1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. മൂലേപ്പാടം പാലക്കയം റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. പി കെ ബഷീർ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂലേപ്പാടം പാലക്കയം റോഡിൽ അരയാട് എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും പാലക്കയം പ്ലാന്റേഷൻ വരെയുള്ള 736 മീറ്റർ ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. 2023-2024 സാമ്പത്തിക വർഷത്തിലെ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പി കെ ബഷീർ MLA അനുവദിച്ച 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മൂലേപ്പാടത്തു നിന്നും പാലക്കയം ഗോത്ര ഊര് വരെയുള്ള റോഡ് വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് MLA പറഞ്ഞു. മുൻപ് നബാർഡ് ഫണ്ടിൽ 2.80 കോടി അനുവദിച്ചിരുന്നു. പ്രവൃത്തി നഷ്ടമാണെന്ന് കാണിച്ച് കരാറുകാരൻ പിന്മാറി. ആവശ്യമായ ഫണ്ട് കൂടി അനുവദിച്ച് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല. ഈ വിഷയം നിയമസഭയിൽ താൻ ഉന്നയിച്ചെങ്കിലും സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും MLA പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും രാഹുൽ ഗാന്ധി MP, അബ്ദുസമദ് സമദാനി എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചും റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗോത്ര ഊരിലെ കുടുംബങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും MLA പറഞ്ഞു. ഈ മൂലേപ്പാടം പാലക്കയം വെറ്റിലക്കൊല്ലി പ്രദേശത്ത് ഉള്ളവർക്ക് ആദിവാസി സമൂഹത്തിന് അവരെ ഊരിലേക്ക് എത്താൻ ഒരു ഗതാഗത പ്രശ്നം ഒരു കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ആദ്യഘട്ടത്തിൽ ഇതിന് 2,80,00,000 രൂപ 2013-14 പാസ്സാക്കി വർക്ക് ടെൻഡർ ചെയ്തു. കിറ്റ്കോ മുഖാന്തരം വർക്ക് അറേഞ്ച് ചെയ്ത് കോൺട്രാക്ട് വർക്ക് എടുത്തു. പക്ഷെ 20% പണി പൂർത്തീകരിച്ചില്ല. പിന്നെ കോൺട്രാക്ട് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ പിന്നെ ആ വർക്ക് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ടൈം ബാറായി. അത് നബാർഡിന്റെ ഫണ്ടായിരുന്നു. അതുകൊണ്ട് അത് ലാപ്സായിപ്പോയി. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ മന്ത്രിനോട്, നമ്മുടെ സ്റ്റേറ്റ് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിനോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു. അസംബ്ലിയിൽ 3 പ്രാവശ്യം സബ്മിഷൻ ഉന്നയിച്ചു. ഫണ്ട് തരാന്ന് പറയുന്നല്ലാതെ ഒരു കാര്യമായില്ല. പിന്നെ പറയും വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ട്. അറിയാം, വർക്കിംഗ് ഗ്രൂപ്പിൽ വെച്ചാൽ അത് കൊല്ലം വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നാൽ അതിന് അനുമതി കിട്ടണം. ഇപ്പൊ ഈ ഗവൺമെന്റ് വന്നിട്ട് തന്നെ 2ാം പിണറായി സർക്കാർ വന്നിട്ട് തന്നെ 3 കൊല്ലമായി. അതിൽ നമുക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ MLA ആസ്തി വികസന ഫണ്ട് 40 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഫണ്ടുണ്ട്, പഞ്ചായത്തിന്റെ ഫണ്ടുണ്ട്. അതുപോലെ തന്നെ സമദാനി MPയുടെ അവസാനം ഒരു 15 ലക്ഷം രൂപന്റെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിന്റെ ഫണ്ട് ഉണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫോണിന്റെ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനിയും ഇതിനിപ്പോൾ തൊഴിലുറപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം ഒരു 450 മീറ്ററിനുള്ള പ്രപ്പോസൽ 80 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേതാന്ന് കലക്ടറേറ്റ് ബന്ധപ്പെട്ടിട്ട് പരിശോധിക്കുക. 200 മീറ്റർ ഓരോ ഘട്ടങ്ങളാക്കിയിട്ട് പ്രവർത്തിക്കുക. കാരണം അതിന് മൊത്തം ഇത് പ്രവൃത്തി പൂർത്തീകരിക്കാൻ 2 കോടി രൂപ. അതുകൊണ്ട് MLAക്ക് ആകെ അസറ്റ് ഫണ്ട് എന്ന് പറഞ്ഞത് അറിയാലോ. അപ്പോൾ ഇതിന് 40 ലക്ഷം രൂപ കൊടുത്തു. ഇനിയും ഫണ്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യും. പാലക്കയം കോളനിയിലേക്ക് റോഡ് എത്തിയ ശേഷം പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലിയിലേക്ക് റോഡ് നിർമ്മിക്കാനുള്ള നടപടികളും ആരംഭിക്കും. നിലവിൽ മൂലേപ്പാടം മുതൽ പാലക്കയം വരെയുള്ള റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ്. മൂലേപ്പാടം മുതൽ അരയാട് എസ്റ്റേറ്റ് വരെയുള്ള ഭാഗം സോളിംഗ് പ്രവൃത്തി മാത്രമാണ് നടന്നിട്ടുള്ളത്. അരയാട് എസ്റ്റേറ്റ് ഭാഗത്താണ് കോൺക്രീറ്റ് റോഡുള്ളത്. വാടകം ബീന ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ്, മുൻ വാടകവും കോളനി മൂപ്പനുമായ പാലക്കയം കൃഷ്ണൻകുട്ടി, DCC അംഗം അഡ്വക്കേറ്റ് IK യൂനസ് സലീം, മുസ്ലിം ലീഗ് ഏറനാട് മണ്ഡലം സെക്രട്ടറി തോണിക്കടവൻ ഷൌക്കത്ത്, ചാലിയാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് ബെന്നി കൈത്തോലിൽ, ഹാരിസ് സാട്രി, ചെറുശോല ഹസൻ, വിശ്വനാഥൻ തോട്ടുപോയി, സോയി ചെറിയാൻ, കല്യാണി ടീച്ചർ, ശ്യാംജിത്ത് എന്നിവർ സംസാരിച്ചു. റോഡ് നിർമ്മാണത്തിന് ഇനിയും ഫണ്ട് ആവശ്യമായി വന്നാൽ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും MLA ഉറപ്പു നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.